സംസ്ഥാനത്ത് ലഹരിക്കെതിരായ പോരാട്ടത്തിന് പ്രായഭേദമില്ല. ആഭ്യന്തര വകുപ്പിന്റെ തൂഫാൻ ദി നാർക്കോട്ടിക് ഹണ്ടിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വാരിയറാണ് തിരുവനന്തപുരം നന്ദിയോട് സ്വദേശി ആദികേശവ്. ലഹരിക്കെതിരായ വിഷയം പ്രമേയമാക്കി അജിത് പൂജപ്പുര കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിദ്ധു എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചതും ആദികേശവാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് പദ്ധതി, ആ പദ്ധതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചലച്ചിത്ര താരമായിട്ടുള്ള വാര്യർ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദികേശവ് സിദ്ധു എന്ന സിനിമയിലൂടെയാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. അദ്ദേഹത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വാര്യറായി കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദികേശവ്, എല്ലാവിധ ആശംസകളും. ആദ്യം തന്നെ സിനിമ ഇപ്പോൾ ഉടൻ പുറത്തിറങ്ങും. സിനിമ തന്നെ ഇത്തരമൊരു പ്രമേയമാണ്, ലഹരിക്കെതിരെയുള്ള ഒരു പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ആദികേശവിനെ ഇപ്പം വാര്യറായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് പറയാൻ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. നാർക്കോട്ടിക് ഹണ്ടിൻ്റെ എതിരെയാണ് തൂഫാൻ എന്ന ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. മന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായത് ആദികേശവ്. അപ്പം എങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് ഇതിനകത്ത് ഒന്ന് കാഴ്ചവെക്കാൻ? ഗവൺമെൻറ്റിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെന്നാണ് സാറ് പറഞ്ഞത്. സിനിമയിലും ആ ഒരു തീം തന്നെ വരുന്നു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക്, ഇത്തരമൊരു സിനിമയിലേക്ക്? ഇത് ഇപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് തന്നെ അത് ലഹരിക്കെതിരെ ഉള്ളൊരു സിനിമയാണ്. സ്കൂളുകളിൽ എത്രത്തോളം അംഗീകാരമായിരുന്നു ലഭിച്ചിരുന്നത് ഈ സിനിമയ്ക്ക് ശേഷം? ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഒരു 1 day വർക്ക്ഷോപ്പിലായിരുന്നു, ആക്ടിങ് വർക്ക്ഷോപ്പിലായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്. അപ്പോൾ അതിൽ സാർ എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എന്നെ വിളിച്ചു. പിന്നെ ഈ തൂഫാൻ വാരിയറായി കഴിഞ്ഞിട്ട് ക്ലാസ്സിലെയും സ്കൂളിലെ എല്ലാവരും എനിക്ക് നല്ല ഇതായിട്ടുണ്ട്, ആയതിൽ സന്തോഷമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ആദികേശവൻ്റെ അമ്മമ്മയാണ് ഈ ഒരു ഇത്തരമൊരു സപ്പോർട്ട് കൂടി കൊച്ചുമകന് കൂടി നൽകുന്നത്. അമ്മയും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എത്രത്തോളമാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് മിനിസ്റ്റർ സെലക്ട് ചെയ്യുന്നു, ഈ ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം എത്തിക്കുന്നതിൽ കൊച്ചുമകനും കൂടി കഴിയുന്നു? അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ തൂഫാൻ വാരിയർ കൂടിയാണ് സംസ്ഥാനത്തെ. ഇത് സർക്കാരിൻ്റെ സപ്പോർട്ടുണ്ട്, ഏറ്റവും നല്ല കാര്യം. ഞാൻ ടീച്ചറായിരുന്നു, ഇപ്പം ടീച്ചറല്ല. പക്ഷേ നമ്മുടെ സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ ഈ ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം കുട്ടികൾ എല്ലാം അനുകരിക്കാനും അവർക്ക് അത് ഹീറോ ആകുക എന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഈ ഒരു അവബോധം സ്കൂൾ ലെവലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സെലക്റ്റീവായ സ്കൂളുകളിൽ ഞങ്ങൾ സിദ്ധു ടീം എത്തുന്നു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കാനുള്ള ചില പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നന്ദിയോട് SKV സ്കൂളിലാണ് മോൻ പഠിക്കുന്നതും, ടീച്ചർ അവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണോ തുടക്കം? എങ്ങനെയാണ്? അതെ, സിദ്ധുവിൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇവിടെ നിന്ന് തന്നെ തുടങ്ങും. തൂഫാൻ വാരിയർ പദ്ധതിയിലൂടെ സർക്കാർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് കുട്ടികളിലേക്ക് വ്യാപിപ്പിക്കുന്ന സന്ദേശമാണ് ഈ സിനിമ തന്നെ നൽകുന്നത്. ആ സന്ദേശം സിദ്ധു ടീം തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ സ്കൂളുകളിലായി എത്തി നൽകുകയാണ്. ഏറ്റവും വലിയ ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ഒരു കാര്യമാണ് ആ ടീം ചെയ്യാൻ പോകുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.